നമ്മളിന്ന് നോക്കാനായി പോകുന്നത് NCERT 6ാം ക്ലാസ്സിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റൂറൽ ലൈവ്ലിഹുഡ്. നമ്മൾ 1ാമത്തെ അധ്യായത്തിൽ ഡൈവേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. അതിലൂടെ ലഡാക്കിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ജീവിത രീതികളും ഡൈവേഴ്സിറ്റിയും എന്തൊക്കെയാണെന്ന് നോക്കി. ഈ അധ്യായത്തിലൂടെ ഗ്രാമത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ ഉപജീവനത്തിനായി വിവിധ തൊഴിലുകൾ സ്വീകരിക്കുന്നത് എങ്ങനെയെന്നും നഗരങ്ങളിൽ താമസിക്കുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഗ്രാമീണ ജനതയെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ ജനതയെ മനസ്സിലാക്കുന്നതിനായി 3 തരത്തിലുള്ള കാര്യങ്ങൾ ചാപ്റ്ററിലൂടെ പറയുകയാണ്. ഒന്നാമതായി ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ. രണ്ടാമതായി ആദ്യ 2 അധ്യായങ്ങളിൽ എന്ന പോലെ ആളുകൾക്ക് ജീവിക്കാൻ തുല്യ അവസരങ്ങളുണ്ടോ എന്ന്. മൂന്നാമതായി അവരുടെ ജീവിത സാഹചര്യങ്ങളിലെ സമാനതകളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും. തമിഴ്നാട് ജില്ലയിലെ കൽപ്പാട്ട് ഗ്രാമത്തിലെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ കടൽ തീരത്തിനോട് ചേർന്നിട്ടുള്ള ഗ്രാമമാണ് ഈ കൽപ്പാട്ട് എന്ന് പറയുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ മറ്റ് ഗ്രാമങ്ങളിലെ ജനങ്ങളെ പോലെ കാർഷിക ജോലികളും കാർഷിക ഇതര ജോലികളും ചെയ്താണ് ജീവിക്കുന്നത്. പലതരം കാർഷിക ഇതര ജോലികളെക്കുറിച്ച് ഇവിടെ പറയുന്നു. കുട്ട, പാത്രങ്ങൾ, കലങ്ങൾ, ഇഷ്ടികകൾ, കാളവണ്ടി മുതലായവ ഉണ്ടാക്കുക, അധ്യാപകർ, അലക്കുകാർ, നെയ്ത്തുകാർ, മെക്കാനിക്, ബാർബർ, വ്യാപാരികൾ, ഡ്രൈവർമാർ, നെയ്സ് എന്നിങ്ങനെ വ്യത്യസ്ത കാർഷികേതര തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നവരാണ് കൽപ്പാട്ട് ഗ്രാമത്തിലെ ജനങ്ങൾ. അതുപോലെ കൽപ്പാട്ട് ഗ്രാമത്തിൽ ചായക്കട, പലചരക്ക് കട, ബാർബർ ഷോപ്പ്, തുണിക്കട, തയ്യൽ കട, വളം വിത്ത് നൽകുന്ന കടകൾ എന്നിങ്ങനെ തുടങ്ങി വിവിധ തരം ചെറുകിട കടകളുണ്ട്. താഴ്ന്ന കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഗ്രാമം. ജലസേചന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് നെല്ല്. അതുപോലെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം കുടുംബങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അതുമാത്രമല്ല, ചിലർക്ക് ഒരു വർഷം മുഴുവനും ജോലി ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ കർഷകർ കാർഷിക ഇതര ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് 3 ക്യാരക്ടറിലൂടെയാണ് കൽപ്പാട്ട് ഗ്രാമം എന്ന പ്രദേശത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് തുളസി, രണ്ടാമതായി ശേഖർ, മൂന്നാമതായി രാമലിംഗം. ആദ്യം നമുക്ക് തുളസി എന്ന സ്ത്രീയുടെ ലൈഫ് സ്റ്റൈൽ നോക്കാം. സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് തുളസി. തുളസിക്ക് സ്വന്തമായി സ്ഥലമൊന്നുമില്ല. അവർ രാമലിംഗം എന്ന വ്യക്തിയുടെ ഭൂമിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ രാമലിംഗത്തിന് കൽപ്പാട്ടിൽ 20 ഏക്കർ നെൽവയലുണ്ട്. ഈ നെൽപ്പാടത്തിലാണ് ആര് പണിയെടുക്കുന്നത്? തുളസി പണിയെടുക്കുന്നത്. തുളസിയുടെ അച്ഛനും അമ്മയും നെൽവയലിൽ ജോലി ചെയ്തിരുന്നു. തുളസിയുടെ വിവാഹത്തിന് മുമ്പ് അതുപോലെ തുളസി രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെ പാടത്ത് ജോലി ചെയ്യും. രാമലിംഗത്തിൻ്റെ ഭാര്യയായ കറുത്തമ്മയാണ് പാടത്തിൽ ജോലി ചെയ്യുന്നവരെ സൂപ്പർവൈസർ ചെയ്യുന്നത്. ഈ തുളസിയുടെ കുടുംബം പണത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. തുളസിയും അവരുടെ ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടവർ. എന്തെങ്കിലും അസുഖം വരുമ്പോൾ പണം കടം വാങ്ങുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ തുളസി രാമലിംഗത്തിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ കടം വാങ്ങുന്നത്. എന്നിട്ട് ആ പണം തിരികെ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തിട്ടാണ്. ഇവർക്ക് വർഷത്തിൽ എല്ലായ്പ്പോഴും ജോലി കിട്ടുന്നില്ല. ചില സീസണിലാണ് വർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ സീസണിൽ പാടത്ത് ജോലി ചെയ്യുകയും അല്ലാത്ത സമയങ്ങളിൽ അവർ പുറത്ത് കാർഷികേതര ജോലികൾക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തുളസിയുടെ ഭർത്താവും പാടത്ത് മാത്രമല്ല പണി ചെയ്യുന്നത്, പുറത്തുള്ള പണിയും ചെയ്യുന്നു. ഓരോ ഗ്രാമത്തിനും കൂലി വ്യത്യസ്തമാണ്. ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യുന്നെങ്കിൽ പാടം ഉഴുതു മറിക്കണം. അപ്പോൾ ഇവർക്ക് ജോലി ലഭിക്കും. അത് കഴിഞ്ഞ് അടുത്ത ജോലിയുള്ളത് ഞാറ് നടുമ്പോഴാണ്. ഞാറ് നട്ട് കഴിഞ്ഞ് കള നിയന്ത്രണത്തിനായി. അത് കഴിഞ്ഞ് കറ്റ കെട്ടുമ്പോഴാണ് അടുത്ത ജോലിയുള്ളത്. ഇങ്ങനെ ഓരോ സമയത്ത് മാത്രമേ ജോലിയുള്ളൂ. അല്ലാതെ ഡെയിലി ജോലി കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പട്ടിണിയും ദാരിദ്ര്യവുമാണ്. തുളസി എന്ന സ്ത്രീ ചെറുപ്പകാലം മുതലേ ഈ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും പാടത്താണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് ഈ ജോലി ചെയ്യാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ നേരം വെള്ളത്തിൽ കുനിഞ്ഞു നിൽക്കുന്നത് ശാരീരിക ബലഹീനതയും ശരീരത്തിന് വളരെ വേദനയും ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, ഈ രാമലിംഗം ഒരു ദിവസം 40 രൂപയാണ് കൂലി നൽകുന്നത്. ഇത്രയും തുച്ഛമായ കൂലി കിട്ടിയിട്ടും ഇവർ ഈ ജോലിക്ക് പോകുന്നതിന് കാരണം പാടത്ത് ജോലി ഉള്ളപ്പോഴൊക്കെ രാമലിംഗം ജോലിക്കായി ഇവരെ വിളിക്കും.
അതുപോലെ തുളസിയുടെ ഭർത്താവിന് സ്വന്തമായി സ്ഥലമൊന്നുമില്ല. അദ്ദേഹം ഫാമിലാണ് ജോലി ചെയ്യുന്നത്. ഫാമിൽ ജോലി ഇല്ലാത്തപ്പോൾ ഒന്നുകിൽ നദിയിൽ മണൽ വാരാനായിട്ട് പോകും, അല്ലെങ്കിൽ അടുത്തുള്ള കോറിയിൽ കല്ല് കയറ്റാനായിട്ട് പോകും. വർഷത്തിലൊരിക്കൽ തുളസി ജോലി ചെയ്യുന്ന രാമലിംഗത്തിൻ്റെ ഭൂമിയിൽ കീടനാശിനി തളിക്കാനായി ഇദ്ദേഹത്തിനെയാണ് വിളിക്കുന്നത്. അതുമാത്രമല്ല, ഇവർ സ്വന്തമായി പശുവിനെ വളർത്തുന്നുണ്ട്. പശുവിൻ്റെ പാൽ വിറ്റ് കാശ് സമ്പാദിക്കുന്നുമുണ്ട്. ഈ തുളസി എന്ന സ്ത്രീ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തിട്ടാണ് പാടത്ത് പണിക്ക് പോകുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നു, വീട് വൃത്തിയാക്കുന്നു, വസ്ത്രം കഴുകുന്നു, വിറക് ശേഖരിക്കാൻ വനത്തിൽ പോകുന്നു, 1 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ പോയി വീട്ടാവശ്യത്തിന് വെള്ളം എടുക്കുന്നു തുടങ്ങിയ ജോലികൾ. ഇവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അവർ വിദ്യാർത്ഥിനികളാണ്. അവരിൽ ഒരാൾക്ക് അസുഖം വന്ന് സിറ്റിയിലെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ രാമലിംഗത്തിൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങി. എന്നാൽ ഈ പണം തിരിച്ചടയ്ക്കാനില്ലാത്തതിനാൽ പശുവിനെ വിറ്റ് പണം കൊടുത്തു. ഇവിടെ തുളസി എന്ന സ്ത്രീയുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവർ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീയാണെന്നല്ലേ. അതുപോലെ രാവിലെ വീട്ടുജോലി, പിന്നെ പാടത്തെ ജോലി, അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലി, അങ്ങനെ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു ലൈഫാണ് തുളസിയുടേത്. എല്ലാ ഗ്രാമീണ കുടുംബങ്ങളിലും ഏകദേശം 2 ഭാഗവും നമ്മുടെ രാജ്യത്തെ കാർഷിക തൊഴിലാളികളാണ്. ചിലർക്ക് ചെറിയ ഫ്ലോട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ തുളസിയെ പോലുള്ളവർ ഭൂരഹിതരാണ്. സ്വന്തമായി ഭൂമിയുള്ളവരല്ലവർ. നമ്മൾ ഇത്രയും നേരം നോക്കിയത് തുളസിയുടെ ലൈഫ് സ്റ്റൈലാണ്. ഇനി ശേഖരൻ്റെ ലൈഫ് സ്റ്റൈൽ നോക്കാം. തുളസി എന്ന സ്ത്രീ രാമലിംഗത്തിൻ്റെ പാടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു അല്ലേ. എന്നാൽ ശേഖർ എന്ന വ്യക്തിക്ക് സ്വന്തമായി 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെയാണ് കൃഷി ചെയ്യുന്നത്. തുടക്കത്തിലെ അദ്ദേഹം പറയുന്നത് ശേഖറിൻ്റെ പാടത്തിലെ വിളവെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ, അതുകൊണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ നെല്ല് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. അതുമാത്രമല്ല, എല്ലാ ജോലികളും ശേഖറും കുടുംബവും കൂടിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഹാർവസ്റ്റ് ടൈം ആകുമ്പോൾ മറ്റ് ചെറിയ ഫാമേഴ്സിൻ്റെ സഹായം തേടാറുണ്ട്. അതുപോലെ തിരിച്ചും മറ്റുള്ളവരുടെ ഹാർവസ്റ്റ് ടൈം ആകുമ്പോൾ അവരെയും ശേഖർ സഹായിക്കാറുമുണ്ട്. ശേഖറിന് പാടി കൃഷി ആയതുകൊണ്ട് തന്നെ വിത്തും വളവും എല്ലാം വാങ്ങുന്നതിനായി ഒരു വ്യാപാരിയിൽ നിന്ന് ലോൺ എടുക്കേണ്ടതായിട്ട് വന്നു. ഈ ലോണ് തിരിച്ചടയ്ക്കുന്നത് ശേഖർ കൃഷി ചെയ്ത് ലഭിക്കുന്ന നെല്ല് വ്യാപാരികൾക്ക് വിൽക്കും. എന്നാൽ വ്യാപാരി മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ ക്യാഷിനായിരിക്കും ഈ നെല്ല് വാങ്ങുക. ശേഖർ വായ്പ എടുത്തിരിക്കുന്ന വ്യാപാരി ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ഏജൻറ്റിനെ വിടും. എന്തിനാണ്? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ നെല്ല് അദ്ദേഹത്തിന് തന്നെ വിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കാനായിട്ട്. ശേഖറിന് ഈ പാടത്ത് നിന്ന് 60 ചാക്ക് നെല്ലാണ് ലഭിച്ചത്. ഇവയിൽ നിന്ന് കുറച്ചെടുത്ത് ലോൺ എടുത്ത വ്യാപാരിക്ക് വിൽക്കും. ബാക്കിയുള്ളവ ശേഖറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നാൽ വീട്ടിൽ കൊണ്ടുപോകുന്ന നെല്ല് 8 മാസം ഉപയോഗിക്കാനേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് പണം ഉണ്ടാക്കിയാൽ മാത്രമേ 1 ഇയർ അവർക്ക് ഫുഡിനുള്ളത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രാമലിംഗ എന്ന ആളുടെ റൈസ് മില്ലിൽ ശേഖർ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ശേഖറിൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ള ഗ്രാമങ്ങളിലെ കർഷകരിൽ നിന്ന് നെല്ല് ശേഖരിച്ച് രാമലിംഗത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നു. അതുമാത്രമല്ല, ശേഖറിന് ഒരു പശുവുമുണ്ട്. അതിൻ്റെ പാൽ ലോക്കൽ മിൽക്ക് കോപ്പറേറ്റീവിൽ വിൽക്കുന്നു. അതിലൂടെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കുറച്ച് അധികം പണം ലഭിക്കുന്നു. നെക്സ്റ്റ്, ഓൺ ബീയിങ് ഇൻ ഡെപ്റ്റ്. നമ്മൾ ശേഖറിൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടതുപോലെ തന്നെ ശേഖറിനെ പോലുള്ള ചില ഫാമേഴ്സിന് പണം കടം വാങ്ങിയാൽ മാത്രമേ അവിടെ കൃഷിക്ക് ആവശ്യമായ വിത്തും രാസവളങ്ങളും കീടനാശിനികളും അവർക്ക് വാങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ വാങ്ങുന്ന വിത്തുകൾ ഗുണനിലവാരം ഇല്ലാത്തതോ കീടങ്ങൾ അവയുടെ വിളകൾ ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ വിളനാശം ഉണ്ടാകും. അതുപോലെ മൺസൂൺ മഴ ആവശ്യത്തിന് ലഭിച്ചില്ല എങ്കിൽ വിളയും നശിക്കാൻ കാരണമാകും. ഇങ്ങനെ വിളകൾ നശിച്ചാൽ ചിലപ്പോൾ കർഷകർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരും. അങ്ങനെ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അവർക്ക് കൂടുതൽ പണം കടം വാങ്ങേണ്ടതായിട്ട് വരുന്നു. അതുമാത്രമല്ല, കടം മേടിക്കുന്ന പണത്തിന് വായ്പ വളരെ കൂടുതലുമായിരിക്കും. 1 വർഷത്തെ ലോൺ അടവ് പെൻഡിങ്ങായി കിടക്കുമ്പോഴാണ് അടുത്ത ലോൺ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചടവ് സാധിക്കാതായിട്ട് വരും. അടുത്ത കാലത്തായി ഇത് കർഷകർക്കിടയിൽ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇത് നിരവധി കർഷകർ ആത്മഹത്യയ്ക്ക് കാരണമാകുന്നുമുണ്ട്. നെക്സ്റ്റ്, രാമലിംഗമാൻ്റെ കരുത്തമ്മ. രാമലിംഗത്തിന് സ്വന്തമായി ഭൂമിയുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് അരിമില്ലും വിത്തുകൾ വിൽക്കുന്ന കടയുമുണ്ട്. അരിമില്ലിനായി അവർ സ്വന്തമായി കുറച്ച് പണം ചെലവാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ഗവൺമെൻറ് ബാങ്കിൽ നിന്ന് പണം ലോൺ എടുത്തിട്ടുണ്ട്. ഗ്രാമത്തിനകത്തും ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും അവർ അരി വാങ്ങുന്നു. ഈ അരി മില്ലിലേക്ക് കൊണ്ടുപോകുന്നു. മില്ലിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന അരി അടുത്തുള്ള പട്ടണങ്ങളിൽ വ്യാപാരികൾക്ക് വിൽക്കുന്നു. ഇതവർക്ക് ഗണ്യമായ വരുമാനം നൽകുന്നു.
നെസ്റ്റ് ടെറസ് ഫാമിംഗ് ഇൻ നാഗാലാൻഡ്. നാഗാലാൻഡിലെ ഫേക്ക് ജില്ലയിലുള്ള ചിസാമി എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ചക്കേസാങ് സമുദായത്തിൽപ്പെട്ടവരാണ്. അവർ ടെറസ് കൃഷിയാണ് ചെയ്യുന്നത്. ഒരു കുന്നിൻ ചെരുവിലുള്ള സ്ഥലത്തെ പരന്ന ഫ്ലോട്ടുകളായി തട്ടായിട്ട് മാറ്റിയെടുക്കുന്നു. ചരിഞ്ഞ പ്രദേശമായതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ ഇടയുണ്ട്. അതിനാൽ ഓരോ ഫ്ലോട്ടിൻ്റെയും വശങ്ങൾ വെള്ളം നിലനിർത്തുന്നതിനായി ഉയർത്തുന്നു. ചിസാമിയിലെ ആളുകൾക്ക് സ്വന്തമായി ഫീൽഡുണ്ട്. എങ്കിൽ പോലും മറ്റുള്ളവരുടെ ഫീൽഡിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകളായി ചേർന്നൊക്കെ ജോലി ചെയ്യുന്നു. അവർ 6-8 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു മൗണ്ടൻ പ്രദേശത്തെ മുഴുവൻ കാടുകളും പുല്ലുകളും ഒക്കെ വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പുകളും അവരുടെ ദിവസത്തെ ജോലി കഴിഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ ഈ വർക്ക് കംപ്ലീറ്റ് ആകുന്നത് വരെ അവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ലേബേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ ഇന്ത്യൻ വില്ലേജ്. കൽപ്പാട്ട് ഗ്രാമത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ നോക്കി. അവിടുത്തെ തുളസിയെ പോലുള്ള കർഷക തൊഴിലാളികളും ശേഖരനെ പോലുള്ള നിരവധി ചെറുകിട കർഷകരും രാമലിംഗത്തെ പോലെയുള്ള വൻകിട കർഷകരുമുണ്ടല്ലേ. ഇതൊരു ഗ്രാമത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. എന്നാൽ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കിയാലോ, ഇന്ത്യയിലെ ഓരോ 5 ഗ്രാമീണ കുടുംബങ്ങളിൽ 2 കർഷക തൊഴിലാളി കുടുംബങ്ങളാണ്. മറ്റുള്ളവരുടെ പറമ്പിൽ ചെയ്യുന്ന ജോലികളെ ആശ്രയിച്ചാണ് ഇവരെല്ലാം ഉപജീവനം നടത്തുന്നത്. അവരിൽ പലരും ഭൂരഹിതരും മറ്റുള്ളവർക്ക് വളരെ ചെറിയ പ്ലോട്ടുകളും ഉണ്ടായിരിക്കാം. രാമലിംഗത്തിന് ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നുണ്ടല്ലേ. എന്നാൽ ശേഖരനെയും തുളസിയെയും സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് പണം ലഭിക്കുന്നത്. ഇങ്ങനെ വാങ്ങുന്ന പണം തിരിച്ചു നൽകാൻ കഴിയാതെ വരുമ്പോഴാണ് കാർഷിക ആത്മഹത്യ കൂടുന്നത്. ഇവിടെ ശേഖർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചെറുകിട കർഷകനായിരുന്നു അല്ലേ. അദ്ദേഹം തൻ്റെ ഭൂമി സ്വന്തമായി കൃഷി ചെയ്യാൻ ഉപയോഗിച്ചു അല്ലേ. ഇതുപോലെയാണ് ഇന്ത്യയിലെ 80% കർഷകരും. ഈ ചെറുകിട കർഷകരുടെ വിഭാഗത്തിൽ പെടുന്നവരുമാണവർ. ഇന്ത്യയിലെ കർഷകരിൽ 20% മാത്രമാണ് രാമലിംഗത്തെ പോലുള്ള കർഷകർ. ഈ വലിയ കർഷകരായിരിക്കും ഗ്രാമങ്ങളിലെ മിക്ക ലാൻഡുകളും കൃഷി ചെയ്യുന്നത്. ഈ ലാൻഡിൽ നിന്ന് ലഭിക്കുന്ന എന്ത് ഉൽപ്പന്നമാണോ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവരിൽ പലർക്കും കടകൾ, ബിസിനസ്, പണമിടപാട്, വ്യാപാരം, ഫാക്ടറികൾ എന്നീ മറ്റ് ബിസിനസ്സുകളും ഉണ്ടായിരിക്കും. കൽപ്പാട്ട് ഗ്രാമത്തിലെ കൃഷിയെ അടിസ്ഥാനമാക്കി 3 പേരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയല്ലേ. ഇനി കൽപ്പാട്ട് ഗ്രാമത്തിൽ കൃഷിക്ക് പുറമെ റൂറൽ ഏരിയയിലുള്ള ആൾക്കാർ വനം, മൃഗസംരക്ഷണം, പാൽ ഉൽപ്പന്നങ്ങൾ, മീൻപിടുത്തം മുതലായവയെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സെൻട്രൽ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഒരു ഉപജീവന മാർഗമെന്ന് പറയുന്നത് ഫാമിങ്ങും വനത്തിൽ നിന്നുള്ള സാധനങ്ങളുടെ ശേഖരണവുമാണല്ലേ. മാഹുവ പോലുള്ള ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുക, തേന് ശേഖരിച്ച് വ്യാപാരികൾക്ക് വിൽക്കുക, അത് ഇവരുടെ അഡീഷണൽ സോഴ്സസ് ഓഫ് ഇൻകമാണ്. ചിലരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് പാല് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വിൽക്കുന്നതാവാം, അല്ലെങ്കിൽ അടുത്തുള്ള ടൗണിൽ പാല് കൊണ്ടുപോയി വിൽക്കുന്ന ജനങ്ങളുമുണ്ട്. കൽപ്പാട്ടി ഗ്രാമത്തിൽ നിന്ന് വളരെ അകലെയല്ല പുതുപ്പേട്ട് ഗ്രാമം. ഇവിടുത്തെ ആളുകളുടെ പ്രധാന ജോലി മത്സ്യബന്ധനമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ കടൽ തീരത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തടിച്ചങ്ങാടങ്ങളും വലകളുടെയും വലിയൊരു നിരകൾ തന്നെ കാണാം. രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ ഈ കടൽ തീരത്ത് നല്ല തിരക്കാണ്. കാരണം മീൻ പിടിക്കാൻ പോയവർ തിരികെ എത്തുന്ന സമയമാണ് രാവിലെ 7 മണി. അപ്പോൾ സ്ത്രീകൾ ഈ മത്സ്യം വാങ്ങാനായിട്ട് വരുന്നു. കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരുന്ന മുക്കുവന്മാരുടെ കയ്യിൽ നിന്ന് ലേലത്തിന് മീൻ വാങ്ങിയാണ് ഈ സ്ത്രീകൾ ഓരോ വീട് തോറും പോയി വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി നടക്കുന്ന സമയമാണ് മോർണിംഗ് 7 o'clock എന്ന് പറയുന്നത്. അരുണയുടെ ഭർത്താവായ പാരിവേലനും അവരുടെ സഹോദരനും പിന്നെ ബ്രദർ ഇൻ ലോയും കൂടി കടലിൽ സ്വന്തം ബോട്ടിൽ മീൻ പിടിക്കാനായി പോയിട്ട് വളരെ വൈകിയാണ് മടങ്ങിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർ വരുന്നതുവരെയും അരുണ ഒത്തിരി വിഷമത്തിലായിരുന്നു. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വൈകുന്നേരം ഇവർ മടങ്ങി വരുന്നത്. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഇവർ വരുന്നത്. എന്നാൽ ഇവരെ കണ്ടതും അരുണ ഓടിച്ചെന്ന് എന്താണ് വൈകി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചു. അവർ വലിയൊരു കൊടുങ്കാറ്റിൽ പെട്ടുപോയെന്ന് പറഞ്ഞു. അതിനാലാണ് ഇത്രയും വൈകിയതെന്നും. എന്നാൽ അരുണ കുടുംബത്തിനായി കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവയാണ് ലേലം വിളിച്ചു നൽകുന്നത്. ഈ ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന പണം 4 ഷെയറായി ഭുജിക്കും. മീൻ പിടിക്കാൻ പോയ ഓരോ വ്യക്തിക്കും ഓരോ വിഹിതവും, 4ാമത്തേത് ഉപകരണങ്ങൾക്കും. അപ്പോൾ ഇവർക്ക് സ്വന്തമായി വള്ളമുണ്ട്, എഞ്ചിനുമുണ്ട്, വലയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4ാമതായി മാറ്റിവെക്കുന്ന വിഹിതം ഇവർക്ക് തന്നെയാണ് ലഭിക്കുന്നത്. അതുപോലെ ഒരു ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഒരു എഞ്ചിൻ വാങ്ങി അതാണ് ഈ വള്ളത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ദൂരം കടലിൽ പോകാനായിട്ട് കഴിയുന്നു. അതിലൂടെ ഒത്തിരി പണം സമ്പാദിക്കാനും സാധിക്കുന്നു. കടൽ തീരത്ത് രാവിലെ 7 മണിയാകുമ്പോൾ നല്ല തിരക്കാണെന്ന്
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സ്ത്രീകൾ കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീൻ വാങ്ങാനായി ഈ സമയത്ത് അവിടെ എത്താറുണ്ട്. എന്നിട്ട് ഈ സ്ത്രീകൾ വാങ്ങിയ മീനുകൾ കുട്ടകളിൽ കൊണ്ടുപോയി അടുത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും. സ്ത്രീകൾ മാത്രമല്ല, മത്സ്യവ്യാപാരികളും മീൻ ലേലം വിളിച്ച് വാങ്ങാറുണ്ട്. അവർ പട്ടണത്തിലെ കടകളിൽ കൊണ്ടുചെന്ന് വിൽക്കാനായി രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ലേലം വിളി ഉച്ചയോടെ മാത്രമേ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ അരുണയുടെ ഭർത്താവും ബന്ധുക്കളും അവിടെ മീൻ വല അഴിച്ച് വൃത്തിയാക്കി വയ്ക്കും. കാരണം പിറ്റേന്ന് പുലർച്ചെ 2 മണിക്ക് കടലിൽ പോകുന്നതിനായി. എന്നാൽ മാത്രമേ തിരിച്ച് 7 മണിക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, എല്ലാ വർഷവും മൺസൂൺ സമയത്ത് കുറഞ്ഞത് 4 മാസമെങ്കിലും അവർക്ക് കടലിൽ പോകാനോ മീൻ പിടിക്കാനോ കഴിയുകയില്ല. കാരണം മത്സ്യം പ്രസവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനമുണ്ടാകും. ആയതിനാലാണ് അവർക്ക് കടലിൽ പോകാനായിട്ട് സാധിക്കാത്തത്. ഈ 4 മാസം ഇവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് വ്യാപാരികളിൽ നിന്ന് പണം കടം എടുക്കണം. ഇങ്ങനെ പണം കടം വാങ്ങുമ്പോൾ പിന്നീട് മീൻ വിൽക്കേണ്ടത് ആ വ്യാപാരികൾക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ലേലം വിളിച്ച് കച്ചവടം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 4 മാസം എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാസമാണ്. അതുമാത്രവുമല്ല, സുനാമി പോലുള്ള ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ ദയനീയ അവസ്ഥയാണ്. നെക്സ്റ്റ്, റൂറൽ ലൈവ്ലിഹുഡ്സ്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പല വിധത്തിലാണ് ജീവിതം നയിക്കുന്നത്. ചിലർ ഫാമുകളിൽ ജോലി ചെയ്യുന്നു, മറ്റു ചിലർ കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഫാമിൽ ജോലി ഒത്തിരി ഉണ്ടല്ലേ. നിലമൊരുക്കണം, വിത്ത് വിതയ്ക്കണം, ഞാറ് നടണം, കള പറിക്കണം, ഞാറ് കൊയ്യണം, കറ്റ കെട്ടണം, കറ്റ മെതിക്കണം തുടങ്ങിയവയല്ലേ. ഈ വിളകളുടെ വളർച്ചയ്ക്കായി നമ്മൾ പ്രകൃതിയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ ഹാർവസ്റ്റിൻ്റെ സമയങ്ങളിൽ പല ആൾക്കാരും തിരക്കിലാണ്. മാത്രമല്ല, വിത്ത് വിതച്ചു കഴിഞ്ഞിട്ടുള്ള സമയം, ഞാറ് നട്ട് കഴിഞ്ഞിട്ടുള്ള സമയം കുറച്ച് ബ്രേക്ക് ഉണ്ടല്ലേ. ആ സമയം ഇവർ വെറുതെ ഇരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു കർഷകനും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാം ഒരു സമാനതകൾ കാണും. ഒരു കർഷകൻ്റെ സമ്പാദ്യത്തെ അളക്കുന്നത് അവർ കൃഷി ചെയ്യുന്ന ഭൂമിയെ ആശ്രയിച്ചാണ്. മിക്ക ആളുകളും കൂലിക്കാണ് ഈ ലാൻഡിൽ പണിയെടുക്കുന്നത്. അതുപോലെ മിക്ക കർഷകരും സ്വന്തം ആവശ്യങ്ങൾക്കായും വിപണിയിൽ വിൽക്കുന്നതിനുമായാണ് വിളകൾ വളർത്തുന്നത്. അതുമാത്രമല്ല, ഈ കർഷകർ വ്യാപാരികളിൽ നിന്ന് പണം വായ്പയ്ക്കായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വിളകൾ വിൽക്കേണ്ടതായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇവർക്ക് ജോലിയില്ലാത്ത സാഹചര്യത്തിൽ അവർ അവരുടെ കുടുംബത്തിനായിട്ട് പണം കടം വാങ്ങേണ്ടത് അത്യാവശ്യമായി വരുന്നു. അതുപോലെ ഈ റൂറൽ ഏരിയയിലുള്ള കർഷകർക്ക് ഒത്തിരി ഏക്കർ സ്ഥലം കാണും, ബിസിനസ് കാണും, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒത്തിരി ആക്ടിവിറ്റികളും കാണും. കാർഷിക മേഖലയിൽ കർഷകരും ചെറുകിട വൻകിട കർഷകരായാലും കാർഷികേതര മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും ആർക്കും വർഷം മുഴുവനും ജോലി ലഭിക്കുന്നില്ല. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക.